ആദർശ് സി പി ഐയുടെ മദ്യനയത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. പണ്ട് സഖാക്കന്മാരോട് കുടിക്കരുത് എന്ന് പറഞ്ഞിരുന്ന CPI ഇനി കുടിച്ചോളൂ, പക്ഷെ വീട്ടിലിരുന്ന് കുടിച്ചോളൂ, റോട്ടിൽ കടന്ന് ബഹളം ഉണ്ടാക്കരുത് എന്നാണ് CPIയുടെ ബിനോയ് വിശ്വം പറയുന്നത്. എങ്ങനെയാണ് CPIയുടെ ഈ മാറ്റത്തെ കാണുന്നത്? ഒരു കാലത്ത് ഇടതുമുന്നണിയിലെ പ്രബലമായ ഒരു രാഷ്ട്രീയ സംഘടനയായിരുന്നു CPM തന്നെ ശക്തമായൊരു സംഘടന. നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ രാജ്യത്താണെങ്കിലും CPIയിൽ നിന്നാണ് CPM ഉണ്ടാകുന്നത്. ഇന്ന് പക്ഷേ നമ്മൾ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ CPIയെ ഹൈജാക്ക് ചെയ്ത് കേരളത്തിലെ ഇടതുമുന്നണിയിലെ പ്രബല സംഘടനയായി CPM മാറിയിരിക്കുന്നു. ഏകാധിപത്യമാണ്. അതായത് പല ഘട്ടങ്ങളിൽ ഇപ്പം നമുക്കറിയാം, കൊല്ലം ജില്ലയിൽ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലൊക്കെ CPMൻ്റെയും CPIയുടെയും വിദ്യാർത്ഥികൾ സംഘടനകൾ തമ്മിൽ വലിയ സംഘർഷങ്ങളാണ്. SFI ASF തമ്മിൽ വലിയ തർക്കങ്ങളാണ്, സംഘർഷങ്ങളാണ്. കൊല്ലത്തൊരു കോളേജിൽ ASFൻ്റെ നേതാവിനെ വധിക്കുവാനുള്ള ശ്രമം പോലും ഒരു ഘട്ടത്തിലുണ്ടായി. അത്രമേൽ തർക്കങ്ങൾ കേരളത്തിലെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായും CPMനും CPIക്കുള്ളിൽ വലിയ തർക്കങ്ങളുണ്ട്. CPI എന്ന സംഘടന രാഷ്ട്രീയമായിട്ട് അതിൻ്റെ അണികൾ സംഘടനയ്ക്ക് അന്യം നിന്ന് പോകുന്നൊരു കാലമാണ്. CPI നേതാക്കന്മാർ മാത്രമുള്ളൊരു സംഘടനയായി CPI മാറുന്നു. എങ്ങനെയും അണികളെ, പ്രവർത്തകരെ തങ്ങളിലേക്ക് അടുപ്പിക്കുക, പുതിയ ആളുകളെ കൊണ്ടുവരിക. ഇനി കേരളത്തിൽ ഭരണം അവസാനിക്കാൻ വെറും 1.5 വർഷക്കാലം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 1.5 വർഷക്കാലം കൊണ്ട് സംഘടനയെ ചിട്ടപ്പെടുത്തുക എന്നൊരു ഉദ്ദേശമാണ് CPIക്കുള്ളത്. അങ്ങനെയാവണമെങ്കിൽ പുതിയ തലമുറയെ തങ്ങൾക്കൊപ്പം നിലനിർത്തുക. അങ്ങനെ വരുമ്പോൾ കാലങ്ങളായിട്ട് ഇപ്പോൾ CPMൻ്റെ ആയാലും CPIയുടെ ആയാലൊക്കെ പ്രത്യയശാസ്ത്രമൊക്കെയും കരട് സംഹിതകളൊക്കെയും എത്രയോ വർഷം മുമ്പ് എഴുതിയിട്ടുള്ളതാണ്. അതിൽ നിന്നും മാറ്റങ്ങൾ വരുത്തണം. എല്ലാ ആളുകളെയും കൂടെ നിർത്താൻ, അല്പം സ്വല്പം മദ്യപിച്ചാലും കുഴപ്പമില്ല, അണികളുടെ എണ്ണം കൂടണം, പ്രവർത്തകർ കൂടണം എന്നൊരു ധാരണയിലായിരിക്കും ഇത്തരത്തിലൊരു മാറ്റത്തിലേക്ക് CPI കടന്നുപോയിട്ട്. പിന്നെ അങ്ങ് സൂചിപ്പിച്ച പൊതുവെ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ ആശയതലത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഇടതു സംഘടനകൾക്ക് വന്നു. പറയുമ്പോൾ ഇടത് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് വലത് ലൈനിലാണ് ഇടതുപക്ഷ സംഘടനകൾ പലപ്പോഴും സഞ്ചരിക്കുന്നത്. CPIയും പുതിയ കാലത്ത് ആളുകളെ എങ്ങനെയും ഒപ്പം നിർത്തുക എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറി ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടുണ്ടാവുക. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ കാലത്ത് മദ്യപിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറയുന്നു. പക്ഷെ സ്റ്റിൽ ഇന്ന് ഒരുപാട് പേര് അവരുടെ കുറച്ച് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ അവരൊരു എന്താ പറയാ, അവർക്ക് എന്തോ അതിനോടൊരു താല്പര്യമുള്ളത് കൊണ്ടായിരിക്കും. മദ്യപിക്കാത്ത ആളുകൾ കുറവാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ മദ്യപിക്കരുത് എന്ന് പറഞ്ഞ് പിന്നീട് ഇതിലുള്ള ഒരു അണിയെ മദ്യപിച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അത് വലിയ ചർച്ചയാവുന്നു, പ്രശ്നങ്ങളാകുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ച പ്രശ്നങ്ങൾ കൂടുതലാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്ന് കുറയ്ക്കാൻ വേണ്ടി കൂടിയായിരിക്കാം CPIയുടെ ഒരു നീക്കം എന്ന് നമുക്ക് വിചാരിച്ചൂടെ? ഇവിടെ അന്തരിച്ച KPSCയിൽ എഴുതിയുള്ള ഒരു പരസ്യം നമുക്കറിയാം. നുണ പറയുന്നവരെ തിരിച്ചറിയുക. ഞങ്ങൾ അധികാരത്തിലേക്ക് വരുമ്പോൾ മദ്യശാലകളല്ല പള്ളിക്കൂടങ്ങളായിരിക്കും. പള്ളിയല്ല പണിയണം, പള്ളിക്കൂടമായിരം. അതെ, അത്തരത്തിൽ ഒരു ക്യാമ്പയിൻ നടത്തി അധികാരത്തിലേക്ക് വന്ന സർക്കാർ. പിന്നീട് എന്താ നമ്മൾ കണ്ടത്? UDF സർക്കാരുകൾ അടച്ച ബാറുകൾ പോലും വലിയ തോതിൽ തുറക്കുകയുണ്ടായി. ഇപ്പം വലിയ ചർച്ചകൾ നടക്കുന്ന ട്രൈഡേ മാറ്റി 1-ാം തീയതി കൂടി ബാറുകൾ അടക്കം തുറക്കുന്നതിനെ പറ്റി വലിയ ചർച്ചകൾ. മദ്യങ്ങൾ സ്വിഗ്ഗിയിൽ വരെ ലഭിക്കുന്ന കാലം വിദൂരമല്ല. ഇൻഫോ പാർക്ക് അടക്കമുള്ള കേന്ദ്രങ്ങളിലേക്ക് പബ്ബുകൾ വരാനായിട്ട് പോകുന്നു. അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ഏറെക്കുറെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓൺലൈൻ മദ്യ ഡെലിവറിയെ പറ്റി സംസ്ഥാന സർക്കാർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അത്തരത്തിൽ മദ്യവർജനം പറ്റിയൊക്കെ ചർച്ച ചെയ്തിരുന്ന ഒരു സർക്കാർ മദ്യ ഉപയോഗത്തെ പറ്റി കൂടുതൽ ആകുലതപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ മദ്യമാണെങ്കിലും മറ്റ് വസ്തുക്കളാണെങ്കിലും ഉപയോഗിക്കുന്നതിലൊന്നും രാജ്യത്താണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും വലിയ നിയമ നൂലാമാലകളൊന്നുമില്ല. മദ്യത്തിൻ്റെ ഉപയോഗമല്ല നിയമപരമായിട്ട് അനുവദിക്കപ്പെടുന്ന ഒരു സംസ്ഥാനവും രാജ്യവുമൊക്കെയാണ്. ഇവിടെ ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള ടെക്കുകൾക്കിടയിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു. അതിപ്പോൾ സ്വല്പം മദ്യമാണെങ്കിലും അത്തരത്തിലുള്ള വസ്തുക്കൾക്ക് ഉപയോഗിക്കുന്നത് തെറ്റില്ല എന്ന പല നിരീക്ഷണങ്ങളും വരുന്ന ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇത്തരം കടുംപിടുത്തങ്ങളൊന്നും ഇന്നത്തെ കാലത്ത് പ്രായോഗികമാവില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തോട് പുതിയ തലമുറ വലിയ അകൽച്ചയൊക്കെയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ആയാലും നമ്മൾ കലോത്സവ വേദിയിലൊക്കെ ചാനലിലെ മാധ്യമപ്രവർത്തകരൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെയൊക്കെ ഫോട്ടോ കാണി ഇന്ന ആളെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ കുട്ടികളാരും ഇവരെ ആരെയും തിരിച്ചറിയുന്നില്ല. ഇവർക്ക് രമേശ് ചെന്നിത്തലയെ അറിയില്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറിയില്ല. അതേപോലെ തന്നെ പല നേതാക്കന്മാരെയും കോൺഗ്രസിൻ്റെ ആവട്ടെ CPMൻ്റെ ആവട്ടെ BJPയുടെ ആവട്ടെ നേതാക്കന്മാരെയൊന്നും ഇന്നിൻ്റെ തലമുറ തിരിച്ചറിയുന്നില്ല. കാരണം അവർ രാഷ്ട്രീയത്തോട്
വലിയ തോതിൽ അടുത്ത്. അതെ, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അടിയും വഴക്കും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളും മാത്രമാണ് എന്നുള്ള ഒരു തോന്നലിലേക്ക് പുതുതലമുറ. അതെ, പണ്ടൊക്കെ നമ്മുടെ ക്യാമ്പസുകൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഇടങ്ങൾ കൂടിയായിരുന്നു. ക്യാമ്പസുകളിൽ രാഷ്ട്രീയവും എല്ലാം കൃത്യമായും ക്രിയാത്മകമായും ചർച്ച ചെയ്യപ്പെടുന്ന ഇടങ്ങൾ കൂടിയായിരുന്നു നമ്മുടെ കലാലയങ്ങൾ. ഇന്ന് നമ്മുടെ ക്യാമ്പസുകൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പല ക്യാമ്പസുകളിലും ഗ്യാങ്ങുകളാണ്, ഡിപ്പാർട്ട്മെന്റിസമാണ്. അതായത് രാഷ്ട്രീയമൊന്നുമില്ല. പണ്ടൊക്കെ ഈ റേഷൻ കടയിൽ മണ്ണെണ്ണ വില കൂടുന്നതും KSRTC ടിക്കറ്റ് വർധനവും ബസ് വർധനവും ഒക്കെ ചർച്ച ചെയ്ത ഇടങ്ങളായിരുന്നു നമ്മുടെ ക്യാമ്പസ്. ഇന്ന് ക്യാമ്പസുകളിലൊക്കെ രാഷ്ട്രീയം പടിക്ക് പുറത്തേക്ക് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ അരാഷ്ട്രീയത വലിയ തോതിൽ സമൂഹത്തെ ബാധിച്ചു. ഈ അരാഷ്ട്രീയമായ സമൂഹത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടി പിടിക്കാൻ മുദ്രാവാക്യം വിളിക്കാനൊക്കെ ആളുകളെ വേണം. അതുകൊണ്ടാകും ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകളിലേക്ക് സ്വന്തം ആശയങ്ങളെ പോലും മാറ്റിമറിച്ചുള്ള ഇതിലേക്കൊക്കെ CPIക്ക് എത്തേണ്ടി വന്നിട്ടുണ്ടാവുക. ഇപ്പൊ നമുക്കറിയാം, ഈ ഇടതുപക്ഷ സംഘടനകൾ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവരുടെ സംഘടനാ സംവിധാനങ്ങൾ അങ്ങനെയാണ്. പക്ഷെ അതിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഇനി CPM-നും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വൈകാതെ വരാമെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ നമ്മുടെ കാലഘട്ടം പോകുന്ന ഒരു AI കാലഘട്ടത്തിലോട്ടാണ് നമ്മൾ. എല്ലാ മേഖലകളിലും വിവരസാങ്കേതിക വിദ്യ അതിൻ്റെ എല്ലാ പരിധികളും അപ്പുറത്തേക്ക് കടന്നു വരികയാണ്. ഈ വിവരസാങ്കേതിക വിദ്യ വരുമ്പോൾ CPM ആണ് ഒരു കാലത്ത് കമ്പ്യൂട്ടറിനെ എതിർക്കുന്നു. വിമാനത്താവളങ്ങൾ നമുക്കറിയാം, ശർമ്മ പിന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ എവിടെ വിമാനം ഇറങ്ങുകയാണെങ്കിൽ അതെൻ്റെ നെഞ്ചത്തായിരിക്കും ഇറക്കുക എന്ന് പറഞ്ഞ ശർമ്മയുടെ മകളുടെയോ മകൻ്റെയോ കല്യാണം നടക്കുന്നത് നെടുമ്പാശ്ശേരിയിലെ പണിഞ്ഞ ഓഡിറ്റോറിയത്തിലാണ്. അത്തരത്തിൽ കമ്പ്യൂട്ടറുകളെ എതിർക്കുന്നു. ഇന്ന് സൈബർ രംഗത്ത് ഏറ്റവും ശക്തമായ സംവിധാനം സംസ്ഥാനത്തുള്ളത് CPM-നാണ്. സൈബർ സംവിധാനങ്ങളുടെ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തുന്ന സർക്കാരും നേതാക്കളുമാണ് CPM-ന്റെ മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ. PR വലിയ തോതിൽ ചെയ്യപ്പെടുന്നു. അതായത് ഒരിക്കൽ എതിർത്ത എല്ലാ കാര്യങ്ങളെയും പിന്നീട് ഏറ്റെടുത്തിട്ടുള്ള ചരിത്രമൊക്കെ CPM-നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഉണ്ട്. അതവരെ കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല. കാലം മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്ന കാലത്തിന്റെ പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളുക എന്നത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വാഭാവികമായി സ്വീകരിക്കുന്ന ഒരു നയമാണ്. അതാണ് CPM ആണെങ്കിലും ഇപ്പോൾ CPI മദ്യത്തിന്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഏറ്റെടുക്കുന്നതും പുതിയ കാലം മദ്യപാന ഉപയോഗത്തെ അല്ലെങ്കിൽ മദ്യപിക്കുന്നതിനെയൊക്കെ ഒരു പരിധിവരെ ചേർത്ത് നിർത്തുന്നു. അതും തങ്ങളുടെ ജീവിത രീതിയുടെ ഭാഗമായി മദ്യപാനത്തെ എടുക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ. പണ്ടൊക്കെ ഉണ്ടായിരുന്ന പലതും അല്ലല്ലോ ഇപ്പോഴത്തെ കാലത്തുള്ളത്. സ്വാഭാവികമായിട്ടും അതിനെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതിൽ തെറ്റൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതൊരു നിലനിൽപ്പിന് വേണ്ടിയാകാം.